ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണം പ്രമാണിച്ച് ഞങ്ങളുടെ ഓണസദ്യ നേരത്തെ ആക്കിയിട്ടോ. കാരണം ഈ തവണ ഓണവും നബിദിനവും ഒരു ദിവസം തന്നെ ആയ കാരണം നബിദിനത്തിൻ്റെ അന്ന് സദ്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പള്ളിയിൽ നിന്ന് നമുക്ക് നെയ്ച്ചോറൊക്കെ കിട്ടും കേട്ടോ. നെയ്ച്ചോറും ഇറച്ചിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പിന്നെ സദ്യ ഉണ്ടാക്കിയാൽ അതും ഇതും എല്ലാം വേസ്റ്റായി പോകില്ല. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കൂട്ടി സദ്യ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഓണത്തിരക്കിലും ബഹളത്തിലും എല്ലാം വാങ്ങിക്കാനും ഡ്രസ്സുകൾ വാങ്ങിക്കാനും പച്ചക്കറികൾ വാങ്ങിക്കാനൊക്കെ ഉള്ള തിരക്കിലായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരത്തെ തന്നെ നേരാ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കിയത് സാമ്പാറാണ്. സാമ്പാറിന് വെണ്ടയ്ക്കയും വഴുതനങ്ങയും മത്തങ്ങയും ഉരുളക്കിഴങ്ങും സവാളയും ഇട്ടിട്ടുള്ള സാമ്പാറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പരിപ്പിൻ്റെ ഒപ്പം തന്നെ മത്തങ്ങയും എടുത്തു. എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ സാമ്പാറാക്കി. സാമ്പാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഈ തവണ കിട്ടിയ കുമ്പളങ്ങയുണ്ട്, ശരിക്കും ഒരു ആപ്പിളിനെ പോലെ ഉണ്ട് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ അതൊരു ഒരു നല്ല ഷേപ്പിലിരിക്കണോണ്ട് അത് മുറിക്കാൻ തന്നെ തോന്നണുണ്ടായില്ല. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുമ്പളങ്ങ. പിന്നെ തോരന് വേണ്ടിയിട്ട് ക്യാബേജൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എരിശ്ശേരി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മത്തങ്ങ അരിഞ്ഞ് വേവിക്കാനായിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. പിന്നെ പയറൊക്കെ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പയറും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കഷ്ണങ്ങൾ വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പയറിട്ട് കൊടുക്കാം. പിന്നെ അതിന് അരപ്പ് റെഡിയാക്കാനായിട്ട് അതും തേങ്ങയിൽ കുറച്ച് ജീരകവും ഉള്ളിയും കൂട്ടി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അരപ്പും റെഡിയാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൂട്ടിയിട്ട് നമുക്ക് വറുത്തിടാം കേട്ടോ. അപ്പോൾ വറുത്തിടാനായിട്ട് നമുക്കൊരു 2 പിടി തേങ്ങ വേണം. പിന്നെ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കറിയാട്ടോ എരിശ്ശേരി. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് വറുത്ത് അവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിശ്ശേരി റെഡിയാണ്. ഇനി നമുക്ക് കുറുക്ക് കാളം വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതിനായിട്ട് ചേനയും ഏത്തക്കായുമാണ് കഷ്ണങ്ങളായിട്ട് എടുത്തേക്കണത്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മൺചട്ടിയിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറികൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള മുളക് ഞാനിവിടെ നിന്ന് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ കാന്താരി ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പച്ചമുളകല്ല, എല്ലാത്തിലും ഞാൻ ഈ കാന്താരി തന്നെയാണ് ഇടാറ്. പിന്നെ നമ്മുടെ തോരന് തിരുമ്മി വയ്ക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ക്യാബേജിലേക്ക് സവാളയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് തേങ്ങയും വേപ്പിലയും ഉപ്പും എല്ലാം ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി കൂട്ടി വയ്ക്കണം. ഒരു 5-10 മിനിറ്റ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തോരനാക്കാം. പിന്നെ ഈ തേങ്ങയും ഉള്ളിയും ജീരകവും കൂടി അരച്ചെടുത്തതായിട്ട് നമ്മുടെ കുറുക്ക് കാളിന് വേണ്ടിയിട്ട്. അപ്പോൾ കഷ്ണങ്ങൾ വെന്ത് വന്നപ്പോൾ ഉപ്പിട്ടു. ഞാൻ ചേന ഇട്ടതുകൊണ്ട് തന്നെ ആദ്യമേ ഉപ്പിട്ടിട്ടുണ്ടായില്ല. കഷ്ണങ്ങൾ വേവായതിന് ശേഷമാട്ടോ ഉപ്പിട്ട് കൊടുത്തത്. പിന്നെ നമ്മുടെ അരപ്പും കൂടി ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി അരപ്പ് തിളച്ച് വരുമ്പോൾ തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല പുളിയുള്ള തൈര്, കട്ടത്തൈര് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എനിക്ക് കിട്ടിയ തൈര് ഒട്ടും പുളിയില്ലാത്ത തൈരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാത്തിനും ഇവിടെ നിന്ന് വേറെ മോര് വാങ്ങാട്ടോ ചെയ്തത്. അപ്പോൾ എല്ലാത്തിലും ഞാൻ മോരാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുറച്ച് സൂക്ഷിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. തൈരാണെങ്കിൽ നമുക്ക് ആ പേടിക്കേണ്ട. അങ്ങനെ ലാസ്റ്റ് മോരും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കടുക് വറുത്താൽ മതി. അപ്പോൾ കടുക് വറുക്കാനായിട്ട് കടുകും വറ്റൽമുളകും ഉലുവയും കറിവേപ്പിലയും പിന്നെ ഒരു കഷ്ണം കായും കൂടി ആട്ടോ വറുത്തിട്ടത്. പിന്നെ ഇത് അവിയലിനാണ്. അപ്പോൾ അവിയൽ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ അവിയൽ വയ്ക്കാം, നമുക്ക് തിരക്കാണല്ലോ എല്ലാം ഉണ്ടാക്കി വരുമ്പോഴത്തേനും. അപ്പോൾ ഞാനിതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് കുക്കറിൽ അവിയൽ വയ്ക്കുന്നത്. അപ്പോൾ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ടിട്ട് പച്ചമുളകും എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരപ്പിൻ്റെ കൂടെ കാന്താരിയും ഉള്ളിയും ജീരകവും പിന്നെ അതിൻ്റെ കൂടെ തന്നെ തൈരും കൂടി ചേർത്തിട്ടാട്ടോ അരച്ചെടുത്തത്. അതിനിടയ്ക്ക് ഞാൻ പപ്പടം കൂടി വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മോരുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും കറിവേപ്പിലയും കാന്താരിയും കൂടി ചതച്ചിട്ടിട്ട് മോര് ഉണ്ടാക്കുമല്ലോ, മോരും വെള്ളം ലാസ്റ്റ് കുടിക്കാൻ, അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോരുത്തരും എനിക്ക് ഓരോന്ന് അരിഞ്ഞരിഞ്ഞ് കൊണ്ടുപോയി തരണ ആ ടൈമിൽ ഞാൻ ആവണത് വേഗം ആക്കി മാറ്റി വയ്ക്കണതാട്ടോ. അപ്പോൾ ഇനി അവിയലിൻ്റെ അരപ്പും തൈരും കൂടി ഒരുമിച്ച് അരച്ചെടുത്തത് അത് അവിയലിലേക്ക് പച്ചക്കറിയിലേക്ക് ഒഴിച്ചിട്ട് കുക്കറിൽ തന്നെ 2 വിസിലടിച്ചെടുത്താൽ അവിയൽ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ.
പിന്നെ നമുക്ക് ഓലൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുമ്പളങ്ങ കനം കുറച്ച് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കാന്താരി മുളകും ഉപ്പും ഇട്ടിട്ട് വേവിക്കുക. വെന്ത് വരുമ്പോൾ കുറച്ച് പയർ വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 3-4 സ്പൂണ് വേവിച്ച പയറും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളച്ച് വരുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയെടുത്തിട്ട് ഒന്ന് ചൂട് കയറി വരുമ്പോൾ വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി മീതെ തൂവി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഓലൻ്റെ കറിയും ഓലനും റെഡി ആയിട്ടുണ്ട്. ആ ജോലിയും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓലൻ ഞാൻ എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് ഈ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഇനി കുമ്പളങ്ങയുടെ പച്ചടിയും കൂടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓലൻ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാത്രത്തിൽ തന്നെ കുമ്പളങ്ങ കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അരപ്പിലേക്ക് കുറച്ച് കടുകും തേങ്ങയും ഉള്ളിയും കാന്താരിയും വേപ്പിലയും കൂടി ആട്ടോ അരയ്ക്കണത്. ആ കഷ്ണങ്ങൾ വേവായി വന്നപ്പോൾ ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അരപ്പ് ചൂടായി വരുമ്പോൾ മോരൊഴിച്ച് കൊടുക്കാം. അപ്പോൾ കട്ട തൈര് കിട്ടുകയാണെങ്കിൽ കട്ട ഉടച്ച് അതാട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ മോരായതുകൊണ്ടാണ് ഞാൻ മോരൊഴിച്ച് കൊടുത്തത്. പിന്നെ ഇനി ഇത് കടുക് വറുത്തെടുക്കാം. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് വറുത്തെടുക്കണമെന്നില്ല കേട്ടോ. ഒന്നിച്ച് വറുത്ത് വെച്ചിട്ട് കുറേശ്ശെ എല്ലാ കറികളിലേക്കും കോരി ഒഴിച്ച് കൊടുത്താൽ മതി. പക്ഷേ എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. ഇനി നമുക്ക് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ ഗ്രേറ്ററിൽ ചീകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് വേവായി വരുമ്പോൾ ഇതിൻ്റെ അരപ്പിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് അരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിയും ഇഞ്ചിയും ജീരകവും മുളകും വേപ്പിലയും ചേർത്താണ് അരച്ചെടുത്തത്. എന്നിട്ട് കഷ്ണങ്ങൾ വേവായി വന്നപ്പോൾ അതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. ഇനി അരപ്പ് നന്നായിട്ട് കൂട്ടി ഇളക്കി ഒന്ന് ചൂടായി വരുമ്പോൾ തൈര് ഒഴിച്ച് കൊടുക്കാം. തൈരും കൂടി കൂട്ടി ഇളക്കിയിട്ട് നമുക്ക് കടുക് വറുത്തിടാം. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കുമ്പളങ്ങയുടെ അതേ പച്ചടി അതേ രൂപത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കടുക് കറിവേപ്പില വറ്റൽമുളക് ഇത്രയും താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഒരു പച്ചടിയും കൂടി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കടുകും ഉള്ളിയും തേങ്ങയും മുളകും കൂടി ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പാവയ്ക്ക വറുത്തിട്ട് ഉള്ള പച്ചടിയില്ലേ അതായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് പാവയ്ക്ക കനം കുറച്ച് അരിഞ്ഞിട്ട് നമുക്കതൊന്ന് വറുത്ത് മാറ്റിയെടുക്കാം. അപ്പോൾ കറുത്ത് പോകണതിന് മുമ്പ് തന്നെ നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് ഒരു വശം വേവും ഒരു വശം വേവാതെ കിടക്കും. ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മൂപ്പിച്ചെടുത്തിട്ട് ഇത് വറുത്ത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. അപ്പോൾ ഇത് പാവയ്ക്ക പച്ചടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കയ്പ്പ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ഒരു 5-10 ഉള്ളിയോളം എടുത്തിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് താളിപ്പിൻ്റെ കൂടെ അതും കൂടി ചേർത്ത് മൂപ്പിച്ചെടുത്താൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും. പാവയ്ക്കയുടെ കയ്പ്പ് നമുക്ക് ഒട്ടും അറിയില്ല കേട്ടോ. അപ്പോൾ കടുകും ഇതിൻ്റെ കൂടെ ഉലുവയും കൂടി ഞാൻ മൂപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളി മൂത്ത് വന്നപ്പോൾ മുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകും വേപ്പിലയും കൂടി മൂത്ത് വരട്ടെ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി അരപ്പ് ഇളക്കി കൂട്ടി ചൂട് കയറി വരുമ്പോൾ തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവണം. എന്നിട്ട് പിന്നെ തൈരും കൂടി ഒഴിച്ച് അതും നന്നായിട്ടൊന്ന് ചൂട് പിടിച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക ഇട്ട് കൊടുക്കാം. അങ്ങനെ ആ പച്ചടിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവിയലും റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കറികളെല്ലാം ഞാൻ വിളമ്പാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് പായസവും റെഡിയാക്കിയിട്ടുണ്ട്, രസവും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പായസത്തിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ഇട്ടതാണ്. ആ സെയിം പായസം തന്നെ സേമിയ പായസമാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയതാണ് ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സദ്യ വിളമ്പിയെടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് മുറ്റത്ത് പോയി വാഴയിലേക്ക് വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് എല്ലാം സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പപ്പടവും പഴവും ഉപ്പേരിയും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ കറികൾ എനിക്കറിയാവുന്ന പോലെ ഓരോരോ ഭാഗത്തായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അച്ചാറുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിട്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഇഞ്ചിക്കറി അച്ചാറൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായി. പിന്നെ ആ പഴം പായസം രസം മോര് അതാണ് ആ 3 പാത്രത്തിലിരിക്കണത്.
അങ്ങനെ നമ്മുടെ ഇത്തവണത്തെ ഓണസദ്യ അടിപൊളിയായിട്ട്